ഇത് നുണയാണെന്ന് അവർ പറയുക. എല്ലാ നുണകളും പറഞ്ഞ് കേരളത്തിൽ മൊത്തം നുണയുടെ അതിപ്രസരം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഏതാക്രമത്തെയും ഇവർ അതിനെ അംഗീകരിക്കുന്നു, അതിനാളുകളെ അഴിച്ചുവിടുന്നു എന്നുള്ളത് അങ്ങേറ്റ അപലപനീയമായ കാര്യമാണ്. ഇത് ഒരു മന്ത്രിയുടെ നേരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ നേരെ വന്നു എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ആരുടെ നേരെ ഇത് വരാം, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ആ ന്യായീകരിക്കുന്നതാണ് തെറ്റ്. ഒരു തെറ്റ് ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു തെറ്റ് പറ്റിപ്പോയാൽ ആ തെറ്റ് പറ്റി എന്ന് അംഗീകരിക്കുന്നതാണ് മാന്യത. ഇത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. ഇവരെ പോലുള്ള ആളുകളെ വിശ്വസിച്ച് എങ്ങനെയാണ് പൊതുരംഗത്ത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ആർക്ക് തന്നെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക? കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം ഈ അക്രമത്തെ അംഗീകരിക്കുന്നവരാണോ? ഏതോ ഒറ്റപ്പെട്ട ചില KSU പ്രവർത്തകർ അങ്ങനെ പോയി തെറ്റ് കാണിച്ചു എന്ന് ഇവർ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പോകുമ്പം തെറ്റ് കാണിക്കാം, അധികപ്പറ്റ് കാണിക്കാം. ചിലപ്പോൾ അവർ ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരായിരുന്നില്ല എന്ന് പറയാം. അതിന് പകരം ഇത് ചെയ്തോളാൻ വീണ്ടും പറയും. മന്ത്രി KN ബാലഗോപാലിന്റെയും പ്രതികരണം ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.